ബലാത്സംഗം സ്ത്രീകൾക്കും സമൂഹത്തിനുമെതിരായ കുറ്റകൃത്യമാണ്. മാന്യമായി ജീവിക്കാനുള്ള അവകാശം ഇല്ലാതാക്കുന്നതാണെന്നും രാജ്യത്തെ വിവിധ കോടതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഇരയുടെ മനസ്സിനെ ജീവിതകാലം മുഴുവൻ വേട്ടയാടിക്കൊണ്ടിരിക്കും. അതിനാൽ ബലാത്സംഗം എന്നത് ശാരീരിക അക്രമം മാത്രമല്ല, മാനസികമായ അതിക്രമം കൂടിയാണ്. പക്ഷേ എല്ലാ ബലാത്സംഗ പരാതികളും കോടതികൾ ഇതേ വികാരത്തോടെയാണോ പരിഗണിക്കുന്നത്? ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിനു ശേഷം ഉയരുന്ന ബലാത്സംഗ പരാതികളിൽ കോടതികളുടെ സമീപകാല നിലപാടുകൾ എന്താണെന്ന് പരിശോധിക്കാം. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസുകളിൽ കോടതികൾ പ്രധാനമായും ഇരുവരും തമ്മിലുണ്ടായിരുന്ന മുൻകാല ബന്ധങ്ങൾ പരിശോധിക്കുക പതിവാണ്. വിവാഹ വാഗ്ദാനം നൽകി ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തുവെന്ന കുറ്റം ചുമത്തിയ മുൻ ജുഡീഷ്യൽ ഓഫീസർക്കെതിരായ കേസ് സുപ്രീം കോടതി അടുത്ത കാലത്ത് റദ്ദാക്കിയിട്ടുണ്ട്. പരാതിക്കാരി പക്വതയുള്ള ഒരു സ്ത്രീയാണ്, 36 വയസ്സ് പ്രായം. ഇവരുടെ സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നും പിന്നീട് വേർപിരിഞ്ഞപ്പോൾ 1 വർഷത്തിന് ശേഷം പരാതി നൽകുകയായിരുന്നുവെന്നും സുപ്രീം കോടതി കണ്ടെത്തുകയും ചെയ്താണ് കേസ് റദ്ദാക്കിയത്. സമീപകാലത്ത് മലയാളത്തിലെ നടനും നിർമ്മാതാവുമായ വ്യക്തിക്കെതിരെ ഇത്തരമൊരു പരാതി എത്തി. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ച് കേരള ഹൈക്കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. പ്രതി വിവാഹിതനാണെന്നും ബന്ധം നിലവിലുണ്ടെന്നും ഇരയ്ക്കറിയാമായിരുന്നു. വിവാഹബന്ധം നിലവിലുള്ളതിനാൽ ഇരയെ വിവാഹം കഴിക്കാൻ നിയമപരമായി കഴിയുകയുമില്ല. വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലുമായി ധാരാളം തവണ ആശയവിനിമയം ഇവർ നടത്തിയിട്ടുണ്ട്. ഇതിനുശേഷം പിന്നീട് പീഡനമെന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു കോടതി പറഞ്ഞത്. ഇത്തരം പരാതിക്ക് പിന്നിലുള്ള മാനസികാവസ്ഥയെക്കുറിച്ചും കോടതികളുടെ നിലപാടുകളെക്കുറിച്ചും ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായ എസ് രാജീവിൻ്റെ അഭിപ്രായം ഇതാണ്. എൻ്റെ അറിവിൽ പല നിയമങ്ങളും നമ്മൾ ഇതുപോലുള്ള നിയമങ്ങൾ ഇൻ്റർനാഷണൽ കൺവെൻഷനിൽ നിന്ന് എടുത്തിട്ടാണ് ചെയ്യണേ. അവിടെയാണെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് അന്വേഷിക്കണോ വേണ്ടയോ എന്ന് ഒരു സീനിയർ പ്രോസിക്യൂട്ടർ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്ത് അദ്ദേഹം പറഞ്ഞതിന് ശേഷം മാത്രമേ പോലീസ് ക്രൈം രജിസ്റ്റർ ചെയ്യുകയും അന്വേഷിക്കുകയും ചെയ്യുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു കംപ്ലയിൻറ്റ് ആരെങ്കിലും കൊടുത്താൽ അപ്പം തന്നെ ക്രൈം രജിസ്റ്റർ ചെയ്യും, ആളെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒഫൻസ് എന്താണെന്ന് നോക്കിയാൽ 376 കോഗ്നൈസബിൾ ആണ്, വലിയ ഒഫൻസാണ്, അറസ്റ്റ് ചെയ്യും. അയാളത് ചെയ്തിട്ടുണ്ടോ എന്നൊരു പ്രിലിമിനറി എൻക്വയറി പോലും നടത്താതെയാണ് ചെയ്യണത്. ഡൽഹിയിലൊരു സ്റ്റഡി റിപ്പോർട്ട് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏതാണ്ട് 80% കേസ് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റിലാവുകയാണ്. ബാക്കി 20%-ൽ 10% കോടതിയിൽ വന്നതിന് ശേഷം സെറ്റിലാവും. ബാക്കിയുള്ള കേസുകൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറേ സെറ്റിലാവും. ഒരു 5% കേസുകളെ ഇത് കൺവിക്ഷനിൽ അവസാനിക്കുന്നുള്ളൂ. അതുകൊണ്ട് വെച്ചാൽ ഇതിൻ്റെ ഗ്രാവിറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരാൾ പറയണത് സത്യമാണോ ശരിയാണോ എല്ലാവരും കളവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ശരി ഏതാണ് തെറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടാണ് സാധാരണഗതിയിൽ പോലീസിനും ബാക്കിയുള്ളവർക്കും ഉണ്ടാവുക. പക്ഷേ പോലീസ് ഇങ്ങനെയുള്ള കേസുകൾ നിരുത്സാഹപ്പെടുത്തണം. അവരെന്തെങ്കിലും ഒരു പ്രിലിമിനറി, നമ്മൾ പല ജഡ്ജ്മെൻറ്റ്സും സുപ്രീം കോടതിയിൽ വന്നൊരു പ്രിലിമിനറി എൻക്വയറി നടത്തുന്നതിൽ തെറ്റില്ല. അങ്ങനെയുള്ള, അതായത് 2020 സംഭവിച്ചു എന്ന് പറഞ്ഞ് 2025 ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുക. ആ 2025 അപ്പം തന്നെ 376 അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ആളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുക എന്ന് പറയുന്നത് നീതി നിഷേധമാണ്. ശരിക്കും രണ്ട് കൂട്ടർക്കും നീതി കിട്ടണം. വിക്ടിമിനും നീതി കിട്ടണം, അക്യൂസ്ഡിനും നീതി കിട്ടണം. അപ്പോൾ നീതി കിട്ടുന്നതിന് മുമ്പ് ഇതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ, ഈ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു ആ ദിവസം, അതെങ്കിലും അന്വേഷിക്കണ്ടേ? ഇതൊന്നും അന്വേഷിക്കാതെ ഒരാൾ കൊണ്ടുവന്ന് ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും പരാതി കൊടുത്ത് എപ്പോൾ ഏത് സ്റ്റേജിൽ വേണമെങ്കിലും 376 അറസ്റ്റ് ചെയ്യാവുന്നൊരു സിറ്റുവേഷനിലെത്തി. അതിനൊരു മാനദണ്ഡം വേണം. ഇപ്പോൾ പുതിയ ആക്ട് വന്നപ്പോൾ മറ്റേ പ്രോമിസ് ടു മാരേജ് ഒഫൻസ് ആക്കിയിട്ടുണ്ട്. അതെല്ലാം അപ്പോൾ അതിന് സെപ്പറേറ്റ് ഒഫൻസ് ഉണ്ട്. അതുപോലെ കല്യാണം കഴിച്ചതായിട്ട് കാണിച്ച് റേപ്പ് ചെയ്യുക, അത് നോൺ കോഗ്നൈസബിൾ ഒഫൻസാണ്. അതൊക്കെ ആ ലെജിസ്ലേച്ചർ അത് നോക്കി അന്ന് ചെയ്തതാണ്. പക്ഷേ ഇന്നിപ്പോഴത്തെ സിറ്റുവേഷൻ, ഇതിപ്പോൾ അമെൻഡ് ചെയ്തപ്പോൾ പോലും IPCയും CRPC ഒക്കെ അമെൻഡ് ചെയ്തപ്പോൾ പോലും ആ കാര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ കൺസിഡർ ചെയ്യാതെയാണ് ഈ കാര്യങ്ങൾ ചെയ്തേക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ബന്ധങ്ങൾ വഷളാകുമ്പോൾ ക്രിമിനൽ നടപടികൾ ആരംഭിക്കുന്ന പ്രവണതയെക്കുറിച്ച് സുപ്രീം കോടതി പലതവണ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇത്തരം പ്രവണത വർദ്ധിച്ചു വരുന്നു. പ്രണയത്തിൽ ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോൾ ലൈംഗിക ബന്ധം ബലാത്സംഗമാകുന്നു. ഇത് നിയമ നടപടിയുടെ ദുരുപയോഗത്തിന് തുല്യമായ കാരണമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ നടപടികൾ അവസാനിപ്പിക്കണമെന്നാണ് ഒരു കേസിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്. ഈ വിധത്തിൽ പരാതികളുടെ എണ്ണം കൂടുമ്പോൾ എന്താണ് സംഭവിക്കുകയെന്ന് അഡ്വക്കേറ്റ് എസ് രാജീവ് തന്നെ പറയും. ഇങ്ങനത്തുള്ള ഫാൾസ് എലിഗേഷൻസ് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ തിരിച്ചറിയാനും അങ്ങനെയുള്ള ഇതിനകത്ത് അറസ്റ്റ് ഒഴിവാക്കാനുമുള്ള നടപടികൾ എന്തെങ്കിലും ഗവൺമെൻറ് ചെയ്തില്ലെങ്കിൽ ഇതിനകത്തുള്ള വിശ്വാസ്യത യഥാർത്ഥ വിക്ടിംസിനാണ് അതുകൊണ്ട് കുഴപ്പമുണ്ടാകുന്നത്. അതുപോലെ
കളവായ കേസിൽ കൊടുക്കപ്പെടുന്ന ആളുകളും ഒരുപാട് പേർക്ക് അതിൻ്റെ സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ടാവും. മനുഷ്യാന്തസ്സിനെതിരായ ഏറ്റവും വലിയ കുറ്റകൃത്യമായി ബലാത്സംഗത്തെ കണക്കാക്കണം. ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ഈ അഭിപ്രായത്തെ മുഖവിലേക്കെടുത്ത് യഥാർത്ഥ ഇരകൾക്ക് നീതിപീഠങ്ങൾ നീതി ഉറപ്പാക്കട്ടെ.